രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും രാഹുൽ മാങ്കൂട്ടം വേട്ടയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പച്ചയിറച്ചി കൊത്തി തിന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതൊരു രാഷ്ട്രീയ ആയുധമായിരുന്നു. രാഷ്ട്രീയ ആയുധമെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷം കേരളം ഭരിച്ചിട്ട് പിണറായി വിജയന് ജനങ്ങളോട് പറയാനൊന്നുമില്ലാതിരുന്നപ്പോൾ പിണറായി വിജയൻ 2016 പാറ്റി തെളിഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ പാറ്റി തെളിഞ്ഞ അതേ ആയുധം സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ സഖാക്കൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ സ്ത്രീയും പീഡനവും ബലാത്സംഗവും ഗർഭവും ഗർഭഛിദ്രവും ഇത്തരത്തിലുള്ള പൈങ്കിളി കഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അത് അനുഭവത്തിൽ നിന്നാണ്. ഉമ്മൻചാണ്ടിയെ അങ്ങനെ വീഴ്ത്താൻ പിണറായി വിജയന് സാധിച്ചു. അതേ തിരിച്ചറിവിൽ നിന്നാണ് സഖാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റോടു കൂടി എന്താ ഉണ്ടായത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റോടു കൂടി കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണർന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അത് നിയമവിരുദ്ധമാണ്, അത് അയാളോടുള്ള അനീതിയാണ്, അത് രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു വലിയ തിരിച്ചടി രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിൽ ഇവർക്കുണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് കൊണ്ട് ഒരു അനുകൂല തരംഗമുണ്ടാക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടിയ സഖാക്കൾ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് ശേഷം സംഭവിച്ചത് നേരെ വിപരീത ദിശയിലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്നത് കണ്ടു, അറസ്റ്റ് ചെയ്ത പിണറായി വിജയന് പ്രതികൂലമാകുന്നതും കണ്ടു. അവിടെയാണ് അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ളവർ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ ഓരോ വീടുകളും കയറിയിറങ്ങി പാത്രം കഴുകുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നത്. ഇപ്പം എന്താ പരിപാടി? ഇപ്പോൾ പാത്രം കഴുകുകയാണ്, ഇപ്പോൾ ബാത്റൂം കഴുകുകയാണ്, ക്ലോസറ്റ് കഴുകുകയാണ്, ചെറിയ കുട്ടികളുടെ കൊച്ചുങ്ങളുടെ അപ്പി കോരുകയാണ്, ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ ഇതൊക്കെ ചെയ്യേണ്ട ഗതികേടുണ്ടായത്? ഇത് ഗതികേട് എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനം മുഖത്ത് കാർക്കിച്ചു തുപ്പി. എപ്പോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഡോസ് അടി കിട്ടിക്കഴിഞ്ഞു, മുഖത്ത് കാർക്കിച്ചു തുപ്പി. ഇനി പാത്രം കഴുകി കൊടുക്കുക, ബാത്റൂം കഴുകി കൊടുക്കുക, അപ്പി കോരുക, ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഈ കലാപരിപാടികളൊക്കെ ഇനി ഇവർ നടത്താൻ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 40 വർഷക്കാലത്തോളം അടക്കി ഭരിച്ചിരുന്ന ബംഗാള്, ആ ബംഗാളിലെ ലോക്കൽ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന നേതാക്കളും അടക്കുന്ന ആളുകൾ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകളിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തോട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അന്ന് ബംഗാളിലെ നേതാക്കളായിരുന്നു. ആ പാർട്ടി രാജഭരണത്തിൻ്റെ പാതയിലൂടെ, സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏകാധിപത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ നേതാക്കൾക്ക് കേരളത്തിൽ വന്നിട്ട് പാത്രം കഴുകേണ്ടി വന്നു. ഇന്ന് ഈ കേരളത്തിലും അത് തന്നെയാ, രാജഭരണമാണ് നടക്കുന്നത്. പാർട്ടിയിൽ ഒരു വിധത്തിൽ ആർക്കും ഒന്നും അറിയില്ല, ഏകാധിപത്യമാണ്, സ്വേച്ഛാധിപത്യമാണ് പിണറായി വിജയൻ്റെ. മാർക്സിസം ഇല്ല, കമ്മ്യൂണിസം ഇല്ല, മറിച്ച് വിജയനിസമുണ്ട്. ആ വിജയനിസത്തിൻ്റെ ഒരു അനന്തരഫലം എന്നുള്ള രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ 2 വോട്ട് വേണമെങ്കിൽ, അധികാര തുടർച്ച വേണമെങ്കിൽ കാല് കഴുകേണ്ട അവസ്ഥ. പാത്രം കഴുകിയാൽ തീരില്ല, കാല് കഴുകിയിട്ട് ജനങ്ങളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കേണ്ട അവസ്ഥ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണക്കാരനാരാ? പിണറായി വിജയനല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അഖിലേന്ത്യാ സെക്രട്ടറി വന്നിട്ട് പാത്രം കഴുകുക, എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുക. എന്നാൽ പിന്നെ ഇത് പ്രചരിപ്പിക്കുന്നവൻ ആലോചിക്കണ്ടേ, ഇത് കണ്ടു കഴിയുമ്പോൾ ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന്? ആ തീട്ടം നിന്ന അടിമ സഖാവിൻ്റെ ബുദ്ധിയിൽ വരുന്നത് പോലെയാണോ ജനം ഇതിനോട് പ്രതികരിക്കുക എന്ന്? എന്നിട്ട് അവൻ ക്യാപ്ഷൻ, കമ്മ്യൂണിസം മാതൃക.
എനിക്കെൻ്റെ സ്ത്രീ സമൂഹത്തോട് പറയാനുള്ളത്, അമ്മമാരോട് പറയാനുള്ളത്, സഹോദരിമാരോടും യുവതികളോടും പറയാനുള്ളത്, സഖാക്കൾ വീട്ടിൽ വരും, പാത്രം കഴുകുക എന്ന് പറയും, എന്താ കറിയെന്ന് ചോദിക്കും, നല്ല മണമുണ്ടല്ലോ എന്ന് പറയും, മീൻ വാങ്ങിയില്ല എന്ന് ചോദിക്കും, പാത്രം കഴുകും, ബാത്റൂം കഴുകും, കൊച്ചിൻ്റെ അപ്പി കഴുകും, ഡയപ്പർ ചേഞ്ച് ചെയ്ത് തരും, ക്ലോസറ്റ് കഴുകും, കാല് നക്കി തരും. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. കാരണം കയറി പിടിക്കും ഇവന്മാർ, കയറി പിടിക്കും. എന്നിട്ട് നിങ്ങൾ കയറി പിടിച്ച് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരാതിയായിട്ട് നിങ്ങൾക്ക് കോടതിക്ക് മുന്നിലോ നിയമത്തിന് മുന്നിലോ പോലീസിന് മുന്നിലോ ഒന്നും പോകാൻ കഴിയില്ല. അപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് മെഷീനുമായി ഇരിക്കുന്ന ബാലനും ശ്രീമതിയും ഇറങ്ങി വരും, തീവ്രത അളക്കും. മനസ്സിലായില്ലേ? ലോകത്ത് ഒരൊറ്റ പീസ് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഏക വസ്തു അത് ഈ AKG സെൻറ്ററിൽ ഇരിക്കുന്ന ആ മെഷീനാണ്, തീവ്രത അളക്കുന്ന മെഷീൻ. ആ മെഷീനുമായി ഇറങ്ങി വന്നിട്ട് തീവ്രത അളക്കും. എന്നിട്ട് നിങ്ങളോട് പറയും, അമ്മമാരെ സഹോദരിമാരെ നിങ്ങളോട് പറയും, ഞങ്ങളുടെ സഖാവ് പീഡിപ്പിച്ചിരിക്കുന്നതിൻ്റെ തീവ്രത കുറവാണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയും. അവിടെ തീരും. മനസ്സിലായില്ലേ? അങ്ങനെ തീവ്രത അളന്ന ആളുകൾ ഇന്ന് AKG സെൻറ്ററിൽ ഈ വീട് കയറി പാത്രം കഴുകുന്നതിന്, കാല് കഴുകുന്നതിന്, കക്കൂസ് കഴുകുന്നതിന്, തോട്ടിപ്പണി എടുക്കുന്നതിന്, ക്ലോസറ്റ് കഴുകുന്നതിന് ഒക്കെ AKG സെൻറ്ററിൽ നിന്ന് ഇരുന്നു കൊണ്ട് ചരട് വലിക്കുന്ന ആളുകൾ അവരാണ് P. ശശി, തോമസ് ഐസക്ക്, കടകംപള്ളി സുരേന്ദ്രൻ, AK ശശീന്ദ്രൻ, ഗണേഷ് കുമാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരൊക്കെയാണ് സഖാക്കൾ. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പാത്രം കഴുകാൻ ഇറങ്ങി നടക്കുന്ന ആരാണ്? ബേബി സഖാവാ. ബേബി സഖാവ് ആരാ? അഖിലേന്ത്യാ സെക്രട്ടറിയാ. എന്തേ രാജാവ് ഇറങ്ങി പാത്രം കഴുകാത്തത്? അഖിലേന്ത്യാ സെക്രട്ടറി പാത്രം കഴുകാൻ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ, രാജാവ് നടക്കാത്തത്? രാജാവാണ്. അടിമകളാണ് പാത്രം കഴുകുക. അടിമകൾ ഏതുപോലെ ബംഗാളിലെ സഖാക്കൾ കേരളത്തിലെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ വന്ന് പാത്രം കഴുകുന്നത് പോലെ അടിമകൾ പാത്രം കഴുകും. അഖിലേന്ത്യാ സെക്രട്ടറിയാണ് പോലും. അഖിലേന്ത്യാ സെക്രട്ടറി ഒരു പാവല്ലേ. അവിടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്ത് ഒരാള് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അഖിലേന്ത്യാ സെക്രട്ടറി വാർത്താമാധ്യമങ്ങളെ വിളിച്ചിട്ട് വാർത്താമാധ്യമങ്ങളോട് പറയാണ്, PM ശ്രീ എന്ന് പറയുന്നത് അത് RSSൻ്റെ അജണ്ടയാണ്, കാവ്യവൽക്കരണമാണ്, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണമാണ്, ഞങ്ങളത് അനുവദിക്കില്ല, PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്നൊക്കെ ആര് പറയുന്നു? അഖിലേന്ത്യാ സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ സഖാവ് ബേബി സഖാവ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഒന്ന് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ വാർത്ത? ബേബി സഖാവ് ഇന്നലെയാ പറഞ്ഞത് എന്ത്? PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിടൂല എന്ന്. അപ്പോൾ ഇന്ന് രാവിലെ TV തുറന്നു നോക്കിയപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതും എപ്പോൾ? ഒരാഴ്ച മുമ്പേ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ബേബി സഖാവ് ഒന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെ അറിയാനാ? രാജാവിൻ്റെ തീരുമാനങ്ങളാ. ബേബിയൊക്കെ അടിമ, അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറയാം, ബട്ട് അടിമയാണ്. സഖാക്കളെ, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന പാത്രം കഴുകാൻ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ ക്യാമറയുണ്ട്, നിങ്ങളെ കയ്യിൽ നല്ലൊരു കണ്ടൻ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് പാത്രം കഴുകുന്നത്. നിങ്ങൾ ഇന്ന് മുതലൊരു കാര്യം ചെയ്യണം. കേരളത്തിൽ നമ്മളെ ഈ രാജ്യത്ത് ഒരുപാട് ഡിഷ് വാഷ് പ്രൊഡക്റ്റുകൾ, അതായത് ഡിഷ് വാഷിൻ്റെ സോപ്പ്, ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രൊഡക്ഷൻ നടത്തുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവരെ സമീപിച്ചാൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടും. ആ പ്രൊമോഷൻ കിട്ടിയാൽ നിങ്ങൾ ബേബി സഖാവ് പാത്രം കഴുകുമ്പോൾ, നിങ്ങൾ സഖാക്കൾ പാത്രം കഴുകുമ്പോൾ എന്താക്കുക? ഈ പ്രൊഡക്റ്റിൻ്റെ ലേബൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ പാത്രം കഴുകുന്ന എവിടെയെങ്കിലും വെച്ചിട്ട് അത് ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്താക്കുക? പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മാതൃക, കമ്മ്യൂണിസം എന്നുള്ള മാതൃക ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുവഴി ഈ പ്രൊഡക്റ്റിൻ്റെ പരസ്യമാകും, പ്രൊമോഷനാകും. അങ്ങനെ ആ കൊളാബറേഷനിലൂടെ നിങ്ങൾക്ക് നല്ലൊരു തുക നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ തുക എന്തിന് ചെലവഴിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ആ തുക നിങ്ങൾക്ക്
ഈ പറയുന്ന രീതിയിൽ ബീഹാറിലെ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് AKG സെൻറ്ററിലെ കോഴി ഫാമിൻ്റെ വിപുലീകരണത്തിന് അതിൻ്റെ ഈ റിന്യൂവേഷന് അതൊന്നുകൂടി കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞു തന്ന ഐഡിയ നിങ്ങൾ മറക്കണ്ട. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചിട്ട് ഈ കമ്പനികളുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി. അവർ തരും നിങ്ങൾക്ക് ഈ കൊളാബറേഷൻസ്, പ്രൊമോഷൻസ്. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്താണെങ്കിലും രാജാവിന് വേണ്ടി 4 വോട്ടുണ്ടാക്കാൻ തീട്ടം നക്കുന്ന അടിമകൾ പാത്രം കഴുകാൻ ഇറങ്ങി പുറപ്പെട്ടതാ. ഈ കാര്യത്തിൽ എനിക്ക് കേരളത്തിലെ അമ്മമാരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഇവന്മാർ നാറികൾ കയറി വരുമ്പോൾ അമ്മമാരെ നിങ്ങൾ സൂക്ഷിച്ചോ. കയറി പിടിച്ച് പീഡിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പരാതി ഉണ്ടാവാൻ പറ്റൂല, കേസുണ്ടാക്കാൻ പറ്റൂല, കോടതിയിൽ പോകാൻ പറ്റൂല, ഒന്നിനും പറ്റൂല. ആകെയുള്ളത് AK ബാലനും ശ്രീമതിയും വരും, തീവ്രത അളക്കും. ഇവരളന്നാൽ ഇവരെ മീറ്ററിൽ എപ്പോഴും തീവ്രത കുറവായിരിക്കും. അതുകൊണ്ട് യാതൊരുവിധ രക്ഷയും ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. സഖാക്കൾ വീട് കയറുന്നുണ്ട്.